കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ പുതുതലമുറയെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്നൊരു വിഷയത്തിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു, നമ്മളൊക്കെ അധ്യാപക ജീവിതത്തിൽ കഴിയുന്നവരാണല്ലോ. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് ഈ പുതുതലമുറയെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണയില്ല എന്ന ഒരു ചർച്ച പോകുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, നമുക്ക് പലപ്പോഴും ഈ പുതുതലമുറ എന്നുള്ളത് അവർ ഷോർട്ട് ടൈം അറ്റൻഷനുള്ള ആളുകളാണ്. വളരെ കുറഞ്ഞ സമയമുള്ള ആൾക്ക് ശ്രദ്ധ കിട്ടാൻ ഇത് പ്രധാനമായിട്ട് ഇങ്ങനെ നമുക്ക് മനസ്സിലായത് ഈ റീൽസ്, അതിന് കുട്ടികൾ കാര്യമായിട്ട് ന്യൂജൻ നമ്മളെ ഫേസ്ബുക്കിൻ്റെ തന്തവയ്പ് ഒഴിവാക്കിയിട്ട് അവർ കാര്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻസ്റ്റഗ്രാം പോലത്തെ പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ളത് റീൽസുകളാണ്. അതായത് 30 സെക്കൻഡിലെ മാക്സിമം പോയ 1 മിനിറ്റിൻ്റെ അത് കണ്ട് പുതിയ വിഷയങ്ങളിലേക്ക് അപ്പോൾ കുട്ടികളുടെ അറ്റൻഷൻ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും ഈ ആളുകളൊക്കെ പഠനങ്ങളൊക്കെ പറഞ്ഞിരുന്നത് 20 മിനിറ്റാണ് ഒരാൾക്ക് അറ്റൻഷൻ കിട്ടുക, കോൺസെൻട്രേഷൻ കിട്ടുക എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ മാറിപ്പോൾ അത് 30 സെക്കൻഡുകളായി ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തെ നമ്മൾ ഒരുപാട് നീണ്ട മോട്ടിവേഷൻ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവർക്കാകെ കിട്ടുന്നത് നമ്മൾ തുടക്കത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അറ്റൻഷൻ കിട്ടുള്ളൂ. പിന്നെ അവർ അവരുടേതായ ലോകത്ത് അങ്ങനെ മനസ്സിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം.